എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ഫയലായ വൃക്ഷം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് പറയാം. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുമായി അകലുകയാണ് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. മുൻപ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ധാരാളമായി സ്നേഹിച്ചിരുന്നു. ഒരുപാട് സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം വളരെ കുറവാണ് കിട്ടുന്നതെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ അത് നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമമായിട്ട് മാറി. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്കതൊരു വലിയ ദുഃഖമായി തന്നെ മാറുകയായിരുന്നു. നിങ്ങളുടെ വ്യക്തി എത്ര സ്നേഹിച്ചാലും നിങ്ങൾക്ക് മതിയാകുന്നില്ല. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായി. ആ സ്നേഹത്തിൻ്റെ കുറവ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്നേഹം പഴയതുപോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കും. ആ സ്നേഹം പഴയതുപോലെ തിരിച്ചു കിട്ടാനും ആ വ്യക്തി നിങ്ങളെ എന്നേക്കുമായി സ്നേഹം കൊണ്ട് എപ്പോഴും എന്നും ജീവിതകാലം മുഴുവനും ഓർമ്മകളിലും സ്വപ്നങ്ങളിലുമൊക്കെ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കുറച്ച് കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആ വ്യക്തിയുടെ സ്നേഹം, നിങ്ങളോടുള്ള സ്നേഹം കുറയുന്നത്. ഒരിക്കലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനോ സഹിക്കാനോ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരുപാട് സ്നേഹം കൊണ്ട് നിങ്ങളെ ആ വ്യക്തി വാരി മൂടണമെന്നാണ്. ഇടയ്ക്ക് ആ വ്യക്തിയിൽ നിന്ന് ഉള്ള കാരണം കൊണ്ടോ, അത് നിങ്ങളുടെ തോന്നൽ കൊണ്ടോ, അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാരണം കൊണ്ടോ ആ വ്യക്തിയുടെ സ്നേഹം കുറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരുപാട് ദുഃഖം തോന്നി. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയാതെ നിങ്ങൾ നിന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കണം. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ എന്നെന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നതും ആ വ്യക്തിയുടെ സ്നേഹം തന്നെയാണ്. അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം ഉണ്ടാകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചപ്പോൾ, ആഗ്രഹിച്ചപ്പോൾ ഇത് ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി അറിയുന്നു. ആ വ്യക്തി നിങ്ങളുടെ ഇഷ്ടത്തെ അറിയുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത ആ വ്യക്തി അറിയുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ആ വ്യക്തിയെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവോ, ആ വ്യക്തിയെ ആരൊക്കെ മാറ്റിമറിക്കാൻ ശ്രമിച്ചിരുന്നുവോ, അതൊന്നും വിജയിക്കുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിലുടനീളം നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹം ഉണ്ടാകുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കിട്ടുന്നു. നിങ്ങൾ സംശയിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല. നിങ്ങളോട് സ്നേഹം കുറയുന്നില്ല. അതെല്ലാം തോന്നലുകളായിരുന്നു. നിങ്ങളുടെ തോന്നലുകളും ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ അകലാൻ ആഗ്രഹിച്ചവരുടെ ചില തന്ത്രങ്ങളുമായിരുന്നു. ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ സ്നേഹം മാത്രം വാരി വിതറുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത, ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത അത്ര തീക്ഷ്ണമായ സ്നേഹത്താൽ നിങ്ങളെത്തുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമായി വീണ്ടും വീണ്ടും ലഭിക്കുകയാണ്. അടുത്തതായിട്ട് പൂച്ചക്കുട്ടിയെ പൈലായി സ്വീകരിച്ചുകൊണ്ട് റീഡിങ്ങാണ് പറയുന്നത്. ഹൃദയത്തിൽ എപ്പോഴും ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങളൊന്നും പരിപൂർണമായിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. പരിപൂർണമായിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ നൽകിയിട്ടില്ല. എന്നിരുന്നാലും എപ്പോഴും എന്നെന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് ആ വ്യക്തിയുള്ളത്. പല ഘട്ടങ്ങളിലും നിങ്ങളിൽ നിന്ന് വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവമല്ലായിരുന്നു, ചില തെറ്റിദ്ധാരണ അനുസരിച്ചായിരുന്നു.
ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കും അവഗണന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സ്നേഹത്തെ ബാധിച്ചിട്ടില്ല. എന്തെങ്കിലും നേരിട്ട് ആ വ്യക്തിയോട് ചിലപ്പോൾ ഒരു പിണക്കം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്നേഹം മാത്രമാണ്. നിങ്ങളെപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതും നിങ്ങളെപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം എന്നെന്നും ആ വ്യക്തിയോട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. ഊണിലും ഉറക്കിലും നിങ്ങളുടെ ജീവിതത്തിലുടനീളവും ആ വ്യക്തി ഒരു പ്രചോദനം തന്നെയാണ്. എന്നെന്നും ആ വ്യക്തിക്കൊപ്പം സമയം ചിലവഴിച്ച് എന്നെന്നും ആ വ്യക്തിക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്കിഷ്ടം. ഒരുപാട് ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ്. എല്ലാത്തിലും ആ വ്യക്തി ഒപ്പം ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ വ്യക്തിയിൽ നിന്ന് ചില മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ, നിങ്ങളെക്കുറിച്ച് മോശമായ ചില പെരുമാറ്റങ്ങൾ, ഒരുപക്ഷെ അത് പൂർണ്ണമായി മോശമാകണമെന്നില്ല, പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് ചില പെരുമാറ്റങ്ങളുണ്ടായപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. നിങ്ങൾ ആഗ്രഹിച്ചത് എന്നെന്നും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കാനാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെന്നും നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടാനാണ്. ആ സ്നേഹത്തിന് ഒരു കുറവുണ്ടാകാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടാകാനും ആ സ്നേഹം ഒട്ടും കുറയാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ആ വ്യക്തിയുടെ ഒപ്പം ആ വ്യക്തിക്ക് നിറഞ്ഞു നിന്ന് ജീവിക്കാനാണ് നിങ്ങൾക്കിഷ്ടം. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ദൃഢത വ്യക്തവുമാണ്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അത് കുറഞ്ഞു പോയ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖമായിട്ടത് മാറുന്നു. എന്നെന്നും അത് നിലനിൽക്കാനും എന്നെന്നും അത് ഇഷ്ടപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രചോദനം ആ വ്യക്തിയോടുള്ള ഇഷ്ടമാണ്. ആ വ്യക്തി നിങ്ങളെ കുറച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമാവുന്നു. ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾക്കത് സന്തോഷമാവുന്നു. അങ്ങനെ എന്നെന്നും ആ വ്യക്തിയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ച നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കി. പക്ഷേ നിങ്ങളുടെ പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്നേഹം തിരിച്ചു നൽകുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് സ്വപ്നം കാണാനും ഇനിയും ഇനിയും അവസരങ്ങൾ ലഭിക്കുന്നു. സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ ഒരുമിച്ച് ജീവിക്കാനും സ്നേഹം പങ്കുവെക്കാനും രണ്ടുപേർക്കും അത് ലഭിക്കാനുള്ള സൗഭാഗ്യമാണ് ഉണ്ടാകുന്നത്. മുമ്പുണ്ടായ എല്ലാ ദുഃഖങ്ങളും അക്കാര്യത്തിൽ അതെല്ലാം മാറുകയാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.